അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു വീഡിയോയാണിത്. വേറൊന്നുമല്ല, എല്ലാവരും കണ്ടു കാണും. സാമ്പത്തികമായ പുരോഗതിക്ക് ഏറ്റവും ഉപകരിക്കുന്ന ഒരു സൂറത്തിനെ കുറിച്ച്, ചെറിയൊരു സൂറത്ത്, അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തി തരാനാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമ്മുടെ അറിവിലും അമലിലും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതെൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഇൻഷാ അള്ളാഹ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പലർക്കും സാമ്പത്തികമായി ഒരുപാട് ഞെരുക്കമാണുള്ളത്, അല്ലേ? അപ്പോൾ ആവശ്യങ്ങൾക്ക് മകളെ കെട്ടിക്കാൻ, വീട് വയ്ക്കാൻ, വാഹനമെടുക്കാൻ, അല്ലെങ്കിൽ നല്ല ഒരു സൗകര്യത്തിൽ, അത്യാവശ്യം സൗകര്യം, ആർഭാടമില്ലാത്ത ഒരു സൗകര്യത്തിൽ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കാൻ, അങ്ങനെ ഒരു ആഗ്രഹമില്ലാത്തവർ ആരാണുള്ളത് പ്രിയപ്പെട്ടവരെ? അപ്പോൾ ഒരു ആത്മീയ വഴി, ഇതാരോടാണ് പറയുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. മുഅ്മിനീങ്ങളോടാണ് പറയുന്നത്, മുസ്ലിമീങ്ങളോടാണ് പറയുന്നത്. വെറും നാമധാരികൾ എന്ന പേരിൽ മുസ്ലിമായവരല്ല, യഥാർത്ഥ ഈമാൻ ഖൽബിൽ ഉറപ്പിച്ച് ജീവിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മക്കളോട് ഇൻഷാ അള്ളാഹ് പറഞ്ഞു തരാണ്. പഠിച്ചു വെച്ചുകൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അവൻ്റെ ഇഷ്ടപ്പെട്ട അഹ്ലുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ഇൻഷാ അല്ലാഹ്, പലർക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഉള്ള കാര്യം പലപ്പോഴായി അറിയിച്ചിട്ടുള്ളതാണ്. അതേ, സാമ്പത്തികമായ പ്രശ്നമുണ്ട്, ഭദ്രതയില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ദിക്റോ സൂറത്തോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞവരോട് ഇൻഷാ അല്ലാഹ് ഈ ഒരു സൂറത്തിനെ പതിവാക്കിക്കൊള്ളൂ. ഈ രൂപത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്പത്ത് തരും എന്ന് തീർച്ചയാണ്. ആ ഒരു ഈമാനാണ് ആദ്യം നമ്മുടെ കൽബിൽ വേണ്ടത്. ആദ്യം ഇതൊക്കെ ഓതുന്നതിന് മുമ്പ് ആ ഒരു ഈമാൻ നമ്മുടെ കൽബിൽ വേണം. അള്ളാഹു എനിക്കിത് തരും ഇൻഷാ അല്ലാഹ്, അള്ളാഹു തആല തരും. കാരണം എന്താ? നമുക്ക് 1 രൂപയുടെ നാണയത്തുട്ടാണ് നമ്മുടെ പോക്കറ്റിലുള്ളത് എങ്കിലും പ്രിയപ്പെട്ടവരെ, 2 ലക്ഷം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപകളാണ് നമ്മുടെ അക്കൗണ്ടിൽ സേവിങ്സ് ആയിട്ടുള്ളത് എങ്കിലും ഇതൊക്കെയും തരുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന ചിന്ത നമുക്ക് വേണം. പിന്നീട് ഈ പറയാൻ പോകുന്ന സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ 94-ാമത്തെ അധ്യായം, സൂറത്തുൽ ഇൻശിറാഹ് എന്ന് പറയുന്ന അലം നശ്റഹ് ലക സദ്റക് എന്ന് തുടങ്ങുന്ന സൂറത്ത്. അലം നശ്റഹ് ലക സദ്റക് എന്ന് പറയുന്ന ഈ സൂറത്ത് 40 പ്രാവശ്യം എല്ലാ ഫർള് നമസ്കാരത്തിന് ശേഷവും ഓതുക ഇൻഷാ അള്ളാഹ്. ആ ഓതുന്നത് 7 ദിവസം തുടരെയായി വിട്ടല്ലാതെ മുടങ്ങിപ്പോകാതെ 7 ദിവസം തുടരെയായി ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് നമുക്ക് സാമ്പത്തികമായ വളർച്ചയും സാമ്പത്തികമായ ഉന്നതിയും സാമ്പത്തികമായ പുരോഗതിയും ഉണ്ടാകും. നമ്മൾ ആഗ്രഹിക്കുന്നിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്പത്ത് തരും. വീട് വെക്കാൻ 1 രൂപ പോലും കയ്യിലില്ലായിരുന്ന ആളുകൾക്ക് സമ്പത്ത് അള്ളാഹു പല വഴിയിലൂടെ എത്തിച്ചു കൊടുത്തവർ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവർ. അവരൊക്കെയും ഇതുപോലുള്ള സൂറത്തുകളും മറ്റു പറഞ്ഞു കൊടുത്ത ദിക്റുകളുമൊക്കെ ഓതിയവരും അത് ഓതിയിട്ട് ലഭിച്ചവരുമാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക് ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك ഈ സൂറത്ത് ഇൻഷാ അള്ളാഹ് 40 പ്രാവശ്യം എല്ലാ ഫർള് നമസ്കാരവും കഴിഞ്ഞ് ഓതിയാൽ ഖിബിലയ്ക്ക് അഭിമുഖമായിട്ടിരുന്നിട്ട് 7 ദിവസം തുടരെയായി കൃത്യമായിട്ട് ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് എന്താണോ, സാമ്പത്തികമായിട്ട് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്,
അത് അള്ളാഹു തആല നമുക്ക് തരും ഇൻഷാ അള്ളാഹ്. ഇത് അനുഭവങ്ങളാണ്. മഹാന്മാർ ഇത് അനുഭവിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അറിവിലും അമലിലും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവിധ പാപങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ. ദുആ വസിയത്തിലൂടെ അറിയിച്ചവർ, പല വിഷമങ്ങൾ, പല പ്രയാസങ്ങൾ, പല ബുദ്ധിമുട്ടുകൾ അറിയിച്ചവർക്ക് അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ പ്രയാസങ്ങൾക്കും പരിഹാരം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.